എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th ക്ലാസ്സിലെ ഹിന്ദി NCERT സഞ്ജയൻ എന്ന ബുക്കിലെ 6th ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതായത് സഞ്ജയൻ ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്ററാണിത്. ദിയേ ജൽ ഉഠേ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ദിയ എന്ന് വെച്ചാൽ വിളക്ക്, ജൽ ഉഠ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തി തുടങ്ങുക, പ്രകാശിച്ചു തുടങ്ങുക, തെളിഞ്ഞു തുടങ്ങുക. അപ്പോൾ വിളക്ക് പ്രകാശിച്ചു തുടങ്ങി. ഇവിടെ പ്ലൂരലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദിയേ ജൽ ഉഠേ, വിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങി. അതെന്തുകൊണ്ടാണ്? ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ എന്താണ്, ദാണ്ഡി മാർച്ച് നയിക്കാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു നദി ക്രോസ് ചെയ്ത് സമുദ്രത്തിൻ്റെ അടുത്തെത്തണം. അപ്പോൾ ആ നദിയുടെ ഇക്കരയും അക്കരയും ഒരുപാട് ആൾക്കാർ, പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ കത്തുന്ന വിളക്ക് പിടിച്ച് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ ഗൈഡ് ചെയ്യാനും അവരെ സഹായിക്കാനും വേണ്ടിയിട്ടല്ലേ. ഇക്കരയും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, നദിയുടെ ആ അക്കരയും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കുറേ വിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങി. ആ അർത്ഥത്തിലാണ് ദിയേ ജൽ ഉഠേ പ്ലൂരലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയി. പിന്നെ NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, किस कारण से प्रेरित हो स्थानीय कलेक्टर ने पटेल को गिरफ्तार करने का आदेश दिया? ഏത് കാരണത്താൽ പ്രേരിക്കപ്പെട്ടിട്ടാണ് സ്ഥാനീയ കലക്ടർ, അവിടുത്തെ ലോക്കൽ സ്ഥലത്തുള്ള കലക്ടർ പട്ടേലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തത്, ആദേശം കൊടുത്തത്? സർദാർ പട്ടേൽ ने पिछले आंदोलन में स्थानीय कलेक्टर शिरडी को अहमदाबाद से भगा दिया था. സർദാർ പട്ടേൽ പിछലെ ആന്തോളൻ മേ, കഴിഞ്ഞ മൂവ്മെൻറ്റിൻ്റെ സമയത്ത്, വിപ്ലവം ആന്തോളൻ മൂവ്മെൻറ്റ്, അതിൻ്റെ സമയത്ത് സ്ഥാനീയ കലക്ടർ ഷിലിഡിക്കോ, ഈ കലക്ടർ ഷിലിഡിയെ അഹമ്മദാബാദിൽ നിന്ന് ബഗാദിയാത്ത, ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇസി അപമാൻ കാ ബദല ലേനെ കെ ലിയെ, ഈ അപമാനത്തിൻ്റെ പകരം വീട്ടാൻ വേണ്ടിയാണ് ഉസ്നെ എന്നാരെയാണ് ഉദ്ദേശിക്കുന്നത്? കലക്ടർ सरदार पटेल ने निषेधाज्ञा भंग करने के आरोप में गिरफ्तार करने का आदेश दे दिया. നിഷേധാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം പ്രോഹിബിഷൻ, ചെയ്യാൻ പാടില്ല എന്ന്, മനാക്കർണ, നിഷേധിക്കുക. എന്ത് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു? അവിടെ സ്പീച്ച് കൊടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷവും അതിനെ ഭംഗ് കർണ പറഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്ത് അത് പാലിക്കാതെ അവിടെ ഭാഷണം കൊടുത്തു അല്ലേ സർദാർ പട്ടേൽ. അതിനെ ആരോപിച്ചിട്ട് പറഞ്ഞാൽ നിഷേധാജ്ഞയെ ബ്രേക്ക് ചെയ്തതിനെ ആരോപിച്ചിട്ട് ഗിരഫ്താർ करने का आदेश दे दिया, അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ, जज को पटेल की सजा के लिए 8 लाइन के फैसले को लिखने में 1.5 घंटा क्यों लगा? ജഡ്ജിന് പട്ടേലിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് 8 ലൈൻ എഴുതാൻ, 8 ലൈനിൻ്റെ ആ തീരുമാനം പറഞ്ഞ വിധി, ഫൈസല, അന്തിമ തീരുമാനം എഴുതാൻ 1.5 घंटा क्यों लगा, 1.5 മണിക്കൂർ പിടിച്ചത് എന്തുകൊണ്ടാണ്? सरदार पटेल ने रास में भाषण की शुरुआत करके कोई अपराध नहीं किया था. सरदार पटेल റാസ് എന്ന സ്ഥലത്ത് ഭാഷൻ की शुरुआत करके, ഭാഷൻ സ്പീച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കോയി അപരാധ് നഹി കിയാത്ത, അതൊരു അപരാധമൊന്നും ആയിരുന്നില്ല, അതൊരു തെറ്റൊന്നും ആയിരുന്നില്ല. തെറ്റാണെങ്കിലല്ലേ ശിക്ഷിക്കാൻ പാടുള്ളൂ. അപ്പം തെറ്റാണെന്നുണ്ടെങ്കിലല്ലേ അതിനെതിരായിട്ട് ശിക്ഷിക്കാൻ നമുക്ക് വകുപ്പുകൾ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ പറയില്ലേ 104 അല്ലെങ്കിൽ 154, 132 അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയില്ലേ നമ്മൾ, ഈ വകുപ്പ് പ്രകാരം എന്ന് പറയില്ലേ. അങ്ങനെ എന്തെങ്കിലും തെറ്റിനാണ് അങ്ങനെയുള്ള വകുപ്പുകൾ ഉണ്ടാവുക അല്ലേ. അപ്പം അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല പട്ടേൽ को कलेक्टर ने ईर्ष्या व रंजिश के कारण गिरफ्तार करवाया था. പട്ടേലിനെ കലക്ടർ ഈർഷ്യ, ദേഷ്യം, വിദ്വേഷം, ദ്വേഷം എന്നൊക്കെ പറയാം. രഞ്ജിഷ് എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെയാണ്, പറഞ്ഞാൽ ഒരു പകരം വീട്ടാനുള്ള ദേഷ്യം. അപ്പം അങ്ങനെയുള്ള ആ ദേഷ്യവും പകരം വീട്ടാനുള്ള പിന്നെന്താണ് വിദ്വേഷമൊക്കെ കാരണത്താലാണ് ഗിരഫ്താർ കർവായാത്ത, അറസ്റ്റ് ചെയ്യിപ്പിച്ചത്, പറഞ്ഞു ചെയ്യിപ്പിച്ചത്. പട്ടേൽ കെ പീछे ദേശവാസിയോ കാ പൂര സമർത്ഥൻ താ, പട്ടേലിൻ്റെ പിന്നിൽ ദേശവാസികളുടെ മുഴുവനും സപ്പോർട്ട് ഉണ്ടായിരുന്നു, സപ്പോർട്ട്. കിസ് ധാര കെ അന്തർഗത് പട്ടേൽ കോ കിത്നി സജാ ദേ, ഏത് വകുപ്പിൻ്റെ അനുസരിച്ചിട്ട്, ധാര കെ അന്തർഗത് എന്ന് വെച്ചാൽ, ധാര വെച്ച വകുപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് വകുപ്പ് അനുസരിച്ചിട്ട് കിത്നി സജാ ദേ, എന്ത് ശിക്ഷയാണ് കൊടുക്കുക, എത്ര ശിക്ഷയാണ് കൊടുക്കുക. യഹി സോച്ച് വിചാർ കർണേ കെ കാരൺ, ഇത് ഇത് ആലോചിച്ച കാരണത്താലാണ് ഉസെ 1.5 घंटे का समय लगा, ജഡ്ജിന് 1.5 മണിക്കൂർ സമയം എടുക്കേണ്ടി വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
मैं चलता हूँ अब आपकी बारी है. ഞാൻ പോട്ടെ ഇനി നിങ്ങളുടെ ടേൺ ആണ്. यहाँ पटेल के कथन का आशय उद्धृत पाठ के संदर्भ में स्पष्ट कीजिए. ഇവിടെ പട്ടേൽ പറഞ്ഞ കാര്യം, പട്ടേലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ആശയം ഉദ്ധൃത് പാഠ് കെ സന്ദർഭമേ, ഉദ്ധൃത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റഡ്, CITED അല്ലെങ്കിൽ മെൻഷൻഡ് പറഞ്ഞാൽ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന എന്ന് പറയില്ലേ അതിന്, അങ്ങനെ ആ പറഞ്ഞിരിക്കുന്ന പാഠത്തിന് അനുസരിച്ചിട്ട് വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആൻസർ: സർദാർ പട്ടേൽ को निषेधाज्ञा उल्लंघन करने के आरोप में गिरफ्तार किया गया था. സർദാർ പട്ടേലിനെ നിഷേധാജ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഹിബിറ്റഡ് ആയിരുന്നു, ചെയ്യാൻ പാടില്ല എന്ന് നിഷേധിച്ചിരിക്കുന്ന കാര്യം ഉല്ലംഘൻ കർണേക്കെ ആരോപമേ, അതിനെ ഉല്ലംഘനം ചെയ്തു, അതിൻ്റെ അർത്ഥം അതിനെ ബ്രേക്ക് ചെയ്തു, വയലേറ്റ് ചെയ്തു, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്തു, അതിൻ്റെ ആരോപത്തിൽ ഗിരഫ്താർ കിയാ ഗയാ താ, അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? സ്പീച്ച് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, സ്പീച്ച് തുടങ്ങിയിരുന്നു, അപ്പോഴേക്ക് വന്ന് അറസ്റ്റ് ചെയ്തു. യദ്യപി നിഷേധാജ്ഞ ഉസി സമയം ലാഗു കി ഗയി തി. എന്നാൽ നമുക്ക് എങ്ങനെ വേണം പറയാൻ? ആ നിഷേധാജ്ഞ, പാടില്ല എന്ന് പറഞ്ഞ കാര്യം ഉസി സമയം ലാഗു കി ഗയി തി, ആ സമയത്തായിരുന്നു അത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞാൽ ആ സമയത്തായിരുന്നു ആ ഒരു റൂൾ അവർ തുടങ്ങി വെച്ചത്, ആ നിയമം തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ സ്പീച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിനെ ഒരു നിയമമാക്കി മാറ്റി. കാരണം എന്തെങ്കിലും ഒരു കാരണം വേണം അറസ്റ്റ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ സ്പീച്ച് കൊടുക്കാൻ പാടില്ല, അപ്പോൾ അത് കൊടുത്തു, അപ്പോൾ അറസ്റ്റ് ചെയ്യുക, അപ്പോൾ ബ്രേക്ക് ചെയ്തു റൂള്, അതിനെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ ഒരു നിയമമാക്കി മാറ്റി. ഉസി സമയം ലാഗു കി ഗയി തി, ആ സമയത്ത് അതിനെ ഒന്ന് നിയമമാക്കി മാറ്റി. അത്തഹ ഉൻകി ഗിരഫ്താരി ഗൈർ ഖാനൂനി തി. നമുക്ക് എങ്ങനെ വേണം പറയാൻ? അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്, പട്ടേലിൻ്റെ അറസ്റ്റ് ഗൈർ ഖാനൂനി തി, ഇല്ലീഗലായിരുന്നു, നിയമവിരുദ്ധമായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതാണ്, ആക്ച്വലി നിയമലംഘനമായിരുന്നു. അംഗ്രേസ് സർക്കാർ കോ കോയി ന കോയി ബഹാന ബനാക്കർ കോൺഗ്രസ് കെ നേതാവോ കോ പക്കടനാ താ. ഇവിടെ എന്താ ആവശ്യം? അംഗ്രേസ് സർക്കാർക്കോ, ബ്രിട്ടീഷ് സർക്കാരിന് കോയി ന കോയി ബഹാന ബനാക്കർ, എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് കെ നേതാവോ കോ പക്കടനാ താ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പിടിച്ചുകൊണ്ടു പോകണമായിരുന്നു. ഇസി സത്യ കോ ഉദ്ഘാടിത് കർത്തേ ഹുവേ പട്ടേൽ നെ ഗാന്ധി കോ കഹ. ഉദ്ഘാടിത് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യുക, ഡിസ്ക്ലോസ്, DISCLOSE എന്ന് വെച്ചാൽ പരസ്യമായി പറയുക, വെളിപ്പെടുത്തുക എന്നൊക്കെ പറയാം. അപ്പോൾ ഈ സത്യത്തിനെ പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ പട്ടേൽ ഗാന്ധിജിയുടെ അടുത്ത് പറഞ്ഞു, മേ ജയിൽ മേ ചൽത്തി ഹേ. അത് തെറ്റാണ് കേട്ടോ, ആ സെൻറ്റൻസ് കംപ്ലീറ്റ് തെറ്റാണത്, ഗ്രാമർ മിസ്റ്റേക്സുമാണ്. എന്താ പറയുന്നത്? മേ ചൽത്താ ഹൂം. ടെക്സ്റ്റ് ബുക്കിലും പിന്നെ ഈ ക്വസ്റ്റ്യനിലും ഉണ്ട് സെയിം സെൻറ്റൻസ്, അങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ. ഗാന്ധി കോ കഹ എന്ന് പറഞ്ഞതിന് ശേഷം മേ ചൽത്താ ഹൂം അബ് ആപ്കി ഭാരി ഹേ, അത് ഇതിൽ എഴുതിയിട്ടില്ല, ക്വസ്റ്റ്യനിലുണ്ട്, നിങ്ങളങ്ങനെ എഴുതിയാൽ മതി. പറഞ്ഞാൽ ഞാൻ പോകട്ടെ അബ് ആപ്കി ബാരി ഹേ, ഇനി നിങ്ങളുടെ ടേൺ ആണ്, അതാണ് പറഞ്ഞത്. അപ്പോൾ അത് എഴുതിയാൽ മതി, മേ ജയിൽ മേ ചൽത്തി ഹേ എന്ന് എഴുതി വേണ്ട. അബ് സർക്കാർ ആപ്കോ ബി ജയിൽ മേ ബന്ദ് കരേഗി. ഇനി ഈ സർക്കാർ, ഗവൺമെൻറ് നിങ്ങളെയും ജയിലിൽ അടച്ചിടും. സർക്കാർ ആരാണ്? ഏത് സർക്കാരാണ്? ബ്രിട്ടീഷ് സർക്കാർ. അപ്പം നിങ്ങളെയും ഇനി ഇതേപോലെ ജയിലിൽ അടച്ചിടും, തയ്യാർ രഹിയേ, തയ്യാറായിരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോയി. नेक्स्ट क्वेश्चन, इनसे आप लोग त्याग और हिम्मत सीखे. गांधी जी ने यह किसके लिए और किस संदर्भ में कहा. ഇവരിൽ നിന്ന് നിങ്ങൾ ത്യാഗവും ധൈര്യവും പഠിക്കൂ എന്ന് ഗാന്ധിജി ആർക്ക് വേണ്ടിയിട്ട്, ഏത് സന്ദർഭത്തിൽ, ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? പട്ടേൽ കെ ഗിരഫ്താരി കെ ബാദ് ജബ് ഗാന്ധിജി റാസ് പहुंचे तो, പട്ടേലിൻ്റെ അറസ്റ്റിന് ശേഷം ഗാന്ധിജി റാസ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ, റാസ് എന്ന സ്ഥലത്ത് നിന്നാണ് പട്ടേലിനെ അറസ്റ്റ് ചെയ്തതും, അല്ലേ? അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ദർബാർ സമുദായ കെ ലോഗോं के द्वारा उनका भव्य स्वागत किया गया. ദർബാർ സമുദായ്, ദർബാർ എന്നത് ഒരു സമുദായമാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ആരുടെ? ഗാന്ധിജിയുടെ ഭവ്യ സ്വാഗത് കിയാ ഗയ, ഗാന്ധിജിയുടെ ഭവ്യ സ്വാഗതം ചെയ്തു, നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. ശാന്താർ എന്നും പറയാം, ശാന്താർ സ്വാഗത് കിയാ ഗയ, അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തു ദർബാർ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഗാന്ധിജിയെ. ये दरबार ലോര എന്നല്ലാതെ ലോഗാണ് കേട്ടോ. ये दरबार लोग റിയാസത്ദാർ ഹോത്തെ थे. ഈ ദർബാർ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ റിയാസത്ദാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലാൻഡ്, ഭൂമിയൊക്കെ കയ്യിലുള്ള വലിയ വലിയ ഭൂവുടമകൾ എന്നും പറയാം, അങ്ങനെയുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ദർബാർ ലോഗ്. അപ്പോൾ ഈ ദർബാർ ലോഗ് റിയാസത്ദാർ ഹോത്തെ थे जो अपना ऐशो आराम छोड़कर റാസ് മേ ബസ് ഗയേ थे. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫ് എന്തായിരിക്കും? വളരെയധികം ലക്ഷറി ആയിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ ജോ
അപ്ന ഏഷോ ആറാം ചോടുക്കർ അവരുടെ ആ ലക്ഷറി ആയിട്ടുള്ള ലൈഫെല്ലാം വിട്ടിട്ട് രാസ് മേ ബസ് ഗയത്തെ രാസിൽ വന്ന് താമസിച്ചു തുടങ്ങി. ഗാന്ധിജീനെ ഇനി ദർബാർ ലോഗോं के त्याग और ऐसे फैसले लेने के साहस के बारे में कह रहे थे. ഗാന്ധിജി ഈ ദർബാർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ത്യാഗവും പിന്നെ അതുപോലെയുള്ള തീരുമാനവും ആസ് എ ഫൈസ്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനവും ലേനേക്ക തീരുമാനം എടുക്കാനുള്ള ധൈര്യത്തിനെ പറ്റിയും സാഹസ് കെ ബാരേമേ ധൈര്യത്തിനെ പറ്റിയുമാണ് കെഹരഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറഞ്ഞാൽ അവരിത്രയും ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ആൾക്കാർ അതെല്ലാം വിട്ടിട്ട് എന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതെല്ലാം ത്യാഗം ചെയ്തിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഒരു ഫെസിലിറ്റീസും ഇല്ലാതെ ജീവിക്കാൻ തുടങ്ങിയത് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഗാന്ധിജി പറയുന്നതിൻ്റെ ഉദ്ദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാഠ് ദ്വാര യഹ് കൈസെ സിദ്ധ ഹോത്താ ഹൈ കി പാഠത്തിൽ കൂടിയിട്ട് ഇത് എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക പ്രൂവ് ചെയ്യാൻ പറ്റുക എന്തെന്നാൽ कैसी भी കഠിൻ പരിസ്ഥിതി ഹോ എങ്ങനെയുള്ള കഠിനമായിട്ടുള്ള പരിസ്ഥിതിയാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഉസ്കാ സാമന താത്കാലിക് സൂജ്ബൂജ് ഓർ ആപ്സി മേൽജോൽ സേ കിയാ ജാ സക്താ ഹേ അതിനെ ഫേസ് ചെയ്യുന്നതിന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. താത്കാലിക് സൂജ്ബൂജ് ഓർ ആപ്സി മേൽജോൽ. താത്കാലിക് സൂജ്ബൂജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താത്കാലികമായിട്ടുള്ള ടെമ്പററി അല്ലേ, സൂജ്ബൂജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഡിയാസ്, ടെമ്പററി ആയിട്ടുള്ള ഐഡിയാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഓൺ ദ സ്പോട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് നല്ല രീതിയിലുള്ള പിന്നെ ഐഡിയകൾ എന്തെങ്കിലും ഉണ്ടാക്കുക ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ആപ്സി മേൽജോൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തൊരുമ അല്ലേ, തമ്മിലുള്ള കൂട്ടായ്മ യൂണിറ്റി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും, അങ്ങനത്തുള്ള ബുദ്ധിമുട്ടുകൾ ആയിട്ടുള്ള പരിസ്ഥിതികൾ നേരിടാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്നെ ശബ്ദോമേ ലിഖിയേ സ്വയം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇസ് പാഠ് സേ സിദ്ധ ഹോത്താ ഹേ കി ഹർ കഠിൻ പരിസ്ഥിതി കോ ആപ്സി സൂജ്ബൂജ് ഓർ സഹയോഗ് സേ നിപ്റ്റാ ജാ സക്താ ഹേ. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് വ്യക്തമാകാം, പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ആകുന്നുണ്ട് ഹർ കഠിൻ പരിസ്ഥിതിക്കോ എത്ര ബുദ്ധിമുട്ടുള്ള പരിസ്ഥിതി ആണെന്നുണ്ടെങ്കിലും ആപ്സി സൂജ്ബൂജ് തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് തമ്മിലുള്ള ഐഡിയകൾ കൊണ്ട് ഓർ സഹയോഗ് സപ്പോർട്ട് അതുകൊണ്ട് നിപ്റ്റാ ജാ സക്താ ഹേ. നിപ്പട്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്യുക, അതിനെ ശരിയാക്കുക, ടാക്കിൾ ചെയ്യുക എന്നൊക്കെ പറയില്ല, അത് അങ്ങനെ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റും. വല്ലഭായ് പട്ടേൽ की गिरफ्तारी से एक चुनौती सामने आई. വല്ലഭായ് പട്ടേലിൻ്റെ അറസ്റ്റ് കൊണ്ട് ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ചുനൗത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലഞ്ച്, ഒരു വെല്ലുവിളി. ഗുജറാത്ത് का സത്യാഗ്രഹ ആന്തോളൻ അസഫൽ ഹോത്താ ജാൻ പടാ. ഗുജറാത്തിലെ സത്യാഗ്രഹ ആന്തോളൻ, സത്യാഗ്രഹ വിപ്ലവം അല്ലെങ്കിൽ മൂവ്മെൻറ്റ് അസഫൽ ഹോത്ത ജാൻപട അതൊരു ഫലിക്കാതെ പറഞ്ഞാൽ അത് ഫലം കാണാത്ത പോലെ തോന്നിയിട്ടുണ്ട്, പറഞ്ഞാൽ ഫലം കാണാത്ത പോലെ തോന്നുന്നുണ്ട്, പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വിചാരിച്ച പോലെ വരാത്ത പോലെ തോന്നുന്നുണ്ട്. കിന്തു സ്വയം ഗാന്ധിജീനെ ആന്തോളൻ കി കമാൻ സംഭാലി. എന്നാൽ ഗാന്ധിജി സ്വയം ഈ മൂവ്മെൻറ്റിൻ്റെ കമാൻ സംഭാലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമാൻഡിങ്, അതിൻ്റെ എല്ലാ നേതൃത്വവും ഏറ്റെടുത്തു. സംഭാലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റെടുത്തു. അപ്പോൾ ഇപ്പം എന്താണ് ഈ കഠിൻ പരിസ്ഥിതി എന്ന് ക്വസ്റ്റ്യനിൽ പറയണ പോലുള്ള ഒരു പരിസ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ, കാരണം പട്ടേലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനത്തുള്ള സമയത്ത് ഗാന്ധിജി ആ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു. അതാണ് കമാൻ സംഭാലി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. യദി വേ ബി गिरफ्तार कर लिए जाते तो എങ്ങാനും വേ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഗാന്ധിജിയെയും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഉപായ് സോച്ചാ ഗയ. അപ്പോഴും അതിനുള്ള ഉപായം ആലോചിച്ച് വെച്ചിട്ടുണ്ട്, പറഞ്ഞാൽ ഫുള്ളി പ്രിപ്പയർഡ് ആണ്. എങ്ങാനും ഇനി ഗാന്ധിജി അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഉപായവും ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അബ്ബാസ് തയ്യബ് ജി നേതൃത്വ കർണേ കെ ലിയെ തയ്യാർ തേ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ അബ്ബാസ് തയ്യബ് ജി നേതൃത്വം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നു. ഗാന്ധിജി കോ റാസ് കെ കനകാപൂർ കി സഭാമേ ജാനാ താ. ഗാന്ധിജിക്ക് റാസ് എന്ന സ്ഥലത്തെ കനകാപൂർ എന്ന സ്ഥലത്തുള്ള സഭയിൽ പോകണമായിരുന്നു. വഹാസെ നദി പാർ കർണി തി. അവിടുന്ന് നദി ക്രോസ് ചെയ്യണമായിരുന്നു. ഇസ്കെ ലിയെ ഗാംവാസിയോനെ പൂരി യോജന ബനായി. അതിന് വേണ്ടിയിട്ട് ആ ഗ്രാമവാസികൾ അതിൻ്റെ മുഴുവനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യോജന ബനായി എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്ലാന്. രാത് മേ നദി പാർ കി ഗയി. രാത്രിക്ക് രാത്രി എന്താണ് ആ നദി ക്രോസ് ചെയ്യിപ്പിച്ചു. ഇസ്കെ ലിയെ ഝോപ്പടി തമ്പു നാവ് ദിയോ ആദി ക പ്രബന്ധ കിയാ ഗയ. അതിനുവേണ്ടി അവരെന്തൊക്കെയാണ് യൂസ് ചെയ്തത്, ജോപ്പടി പറഞ്ഞാൽ കുടിൽ, തമ്പു ടെൻറ്റുകൾ, പിന്നെ നാവ് തോണി, ദിയ വിളക്കുകൾ, പറഞ്ഞാൽ ഇരുട്ടായിരുന്നു, രാത്രിയായിരുന്നു അല്ലേ. പിന്നെ അവർക്ക് ഈ സൈഡും പിന്നെ ഇവിടുന്ന് ആ സൈഡ് പോയിട്ട് അവിടെ താമസിക്കാൻ ടെൻറ്റും ജോപ്പടിയും ഒക്കെ വേണം. പിന്നെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോണി വേണം. അപ്പോൾ
അതിൻ്റെ എല്ലാം ഏർപ്പാട് ചെയ്തു. പ്രബന്ധ കിയാ ഗയ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഏർപ്പാട് ചെയ്തു, അതൊക്കെ ഓർഗനൈസ് ചെയ്തു. സാര കഠിൻ കാം ചുട്കിയോമേ സമ്പൻ ഹോ ഗയ. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചപ്പോൾ എന്താണ്, എല്ലാ കഠിനമായിട്ടുള്ള പണികളും ചുട്കിയോമേ സമ്പൻ ഹോ ഗയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് ശരിയായി കഴിഞ്ഞു. എല്ലാം സമ്പന്ന ഹോ ഗയ, സമ്പന്നമായി എന്ന് വെച്ചാൽ എല്ലാം ശരിയായി, എല്ലാം സോൾവ് ആയി. नेक्स्ट क्वेश्चन, महिसागर नदी के दोनों किनारों पर कैसा दृश्य उपस्थित था, अपने शब्दों में वर्णन कीजिए. മഹിസാഗർ നദിയുടെ രണ്ട് തീരങ്ങളിലും, ദോനോ കിനാരോം പർ, രണ്ട് തീരങ്ങളിലും, അതായത് അക്കരയും ഇക്കരയും എങ്ങനെയുള്ള ദൃശ്യമായിരുന്നു കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. गांधी जी और सत्याग्रही സായം 6 ബജെ ചൽക്കർ 8 ബജെ കനകാപുര പहुंचे. ഗാന്ധിജിയും ബാക്കിയുള്ള സത്യാഗ്രഹത്തിലുള്ള ആൾക്കാരും ഈവനിങ്ങിൽ സായം പറഞ്ഞ സന്ധ്യാസമയത്ത് 6 മണിക്ക് പുറപ്പെട്ട് 8 ബജെ കനകാപുര പहुंचे, 8 മണിക്ക് കനകാപുര എന്ന സ്ഥലത്ത് എത്തി. വഹി ആധി രാത് में महिसागर नदी पर, നദി പാർ ആണ് കേട്ടോ, പർ അല്ല, നദി പാർ കർനെ നിർണയ ലിയാ ഗയ. അവിടെ തന്നെ ആധി രാത്ത് മിഡ് നൈറ്റിൽ മഹിസാഗർ നദി ക്രോസ് ചെയ്യാനുള്ള തീരുമാനം ആയി, നിർണയിച്ചു, പറഞ്ഞാൽ ഡിസൈഡ് ചെയ്തു. നദി പാർ കർനെ കേട്ടോ, പർ അല്ല പാർ. നദീ തട്ട് पर हज़ारों लोग ദിയെ ലേക്കർ ഖടേ തെ. നദീ തീരത്ത് ആയിരക്കണക്കിന് ആൾക്കാർ വിളക്ക് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. നദി കെ ദോനോ തട്ടോം പർ മേലെ ജേസ ദൃശ്യ ഹോ രഹാ താ. നദിയുടെ രണ്ട് തീരത്തും പറഞ്ഞാൽ അതിൻ്റെ ഇക്കരയും അക്കരയും, ഇവർ പുറപ്പെടുന്ന ആ സ്ഥലവും പിന്നെ ഇവർക്ക് അക്കരെ എത്തണം അല്ലേ, അവിടെയും ഒരുപാട് ആൾക്കാർ വിളക്ക് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദോനോ തട്ടോം പർ, രണ്ട് തടത്തിൽ, രണ്ട് തീരത്തും മേലെ ജേസ, മേള പോലെ, എന്തോ മേള നടക്കുന്ന പോലുള്ള ഒരു ദൃശ്യം ആയിരുന്നു. ലോഗ് ഗാന്ധി, പട്ടേൽ ഓർ നെഹ്റു കി ജയക്കാർ കർ രഹേ തേ. ആൾക്കാർ, ജനങ്ങൾ ഗാന്ധിയുടെയും പട്ടേലിൻ്റെയും നെഹ്റുവിൻ്റെയും ജയജയക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യഹ് ധർമ്മയാത്ര ഹെ ചൽക്കർ പൂരി കരുങ്ക. ഇത് ധർമ്മയാത്രയാണ്, നടന്ന് മുഴുവനാക്കും, ഇതിനെ നടന്ന് മുഴുമിക്കും. ഗാന്ധിജിക്ക് ഇസ് കഥൻ ദ്വാര ഉൻകെ കിസ് ചാരിത്രിക് ഗുൺ കാ പരിചയ പ്രാപ്ത് ഹോത്താ ഹെ. ഗാന്ധിജിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, കഥൻ പറഞ്ഞത്, ഇതിൽ കൂടിയിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ എന്ത് ചാരിത്രിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവിശേഷമായ പ്രത്യേകതകളുള്ള ഗുണങ്ങളാണ് കാണാൻ കഴിയുന്നത്. इस कथन द्वारा गांधी जी की दृढ़ आस्था, सच्ची निष्ठा और वास्तविक कर्तव्य भावना के दर्शन होते हैं. ഗാന്ധിജിയുടെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടിയിട്ട് ഗാന്ധിജിയുടെ ദൃഢ ആസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൃഢമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആസ്ഥ എന്ന് വെച്ചാൽ ബിലീഫ്, വിശ്വാസം, സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം, ഫെയ്ത്ത് അഥവാ സച്ചി നിഷ്ഠ. സച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ട്രൂ, ശരിയായ. നിഷ്ഠ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഷ്ഠതയോടുകൂടി നമ്മൾ മലയാളത്തിലും പറയും ലോയലിറ്റി, സത്യസന്ധത, ഹോണസ്റ്റി, സത്യസന്ധമായിട്ടുള്ളതും. ഓർ വാസ്തവിക് കർത്തവ്യ, വാസ്തവിക് തന്നെയാണ്, വാസ്തവികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കർത്തവ്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ കർത്തവ്യം മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കി ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള ഭാവനകൾ, അങ്ങനെയൊക്കെ ഉള്ള ഫീലിങ്സ് നമുക്ക് കാണാൻ കഴിയും. वे किसी भी आंदोलन को धर्म के समान पूज्य मानते थे. അദ്ദേഹം ഏത് ആന്തോളൻ, ഏത് മൂവ്മെൻറ്റ് അഥവാ വിപ്ലവമാണെന്നുണ്ടെങ്കിലും അതിനെ ധർമ്മക്കെ സമാൻ, ധർമ്മം പോലെ തന്നെ പൂജ്യ മാനത്തെ തെ, ആദരണീയ പറഞ്ഞാൽ ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ഓർ ഉസ്മേ പൂരെ സമർപ്പൺ കെ സാത്ത് ലഗ്തേ തെ. അതിൽ മുഴുവനും സമർപ്പിച്ച് പ്രവർത്തിക്കുമായിരുന്നു. ലഗ്തേ തെ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും അതിന് സമർപ്പിക്കുകയായിരുന്നു. വേ ഓരോ കോ കഷ്ട और बलिदान के लिए प्रेरित करके स्वयं सुख सुविधा भोगने वाले ढोंगी नेता नहीं थे. वे ആരാണ്? വേ ഗാന്ധിജി. ഓരോക്കോ കഷ്ട ഓർ ബലിദാൻ കെ ലിയെ പ്രേരിത് കർക്കെ, മറ്റുള്ളവരെ പിന്നെ കഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ കഷ്ടപ്പെടുത്താൻ വിട്ടുകൊടുത്ത്, പിന്നെ ബലിദാൻ കെ ലിയെ പ്രേരിത് കർക്കെ, ബലിദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. പറഞ്ഞാൽ അവർ പോയി അവരുടെ ജീവൻ പോട്ടെ, നമ്മൾ സുഖമായിട്ടിരിക്കുക അവരവിടെ, അങ്ങനെ ഒന്നും ചെയ്യാതെ സ്വയം സുഖ സുവിധ ഭോഗനെ വാലെ, അതാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് കഷ്ടം കൊടുത്ത് മറ്റുള്ളവർക്ക് ബലിദാനം കൊടുക്കാനുള്ള പ്രേരണ കൊടുത്ത് സ്വയം സുഖസുവിധാമേ, സുഖിച്ച് നല്ല സൗകര്യങ്ങളോടുകൂടി ഇരിക്കുന്ന ഡോങ്കി നേതാ നഹീത്തെ. ഡോങ്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോ കാണിക്കുന്ന, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള, അതിൻ്റെ അർത്ഥം കപടമായിട്ടുള്ള നേതാവ് ആയിരുന്നില്ല. അദ്ദേഹവും എല്ലാത്തിനും ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വേ ഹർ ജഗ ത്യാഗ് ഓർ ബലിദാൻ കാ ഉദാഹരൺ സ്വയം അപ്നെ ജീവൻ സെ ദേത്തെ തെ. അദ്ദേഹം എല്ലാ സ്ഥലത്തും ത്യാഗത്തിൻ്റെയും ബലിദാനത്തിൻ്റെയും ഉദാഹരണം
കാരണം സ്വയം അപ്പനെ ജീവൻ സെ ദേത്തെ തേ, സ്വന്തം തൻ്റെ ജീവൻ കൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പീച്ച് കൊടുത്ത് പോയി സുഖം സൗകര്യമായിട്ട് ഇരിക്കുകയല്ല, സ്വന്തം ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇനി ഒന്നും വേണ്ട പഠിക്കാൻ, അദ്ദേഹത്തിനെ കണ്ടാൽ നമുക്ക് ഫോളോ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. नेक्स्ट क्वेश्चन, गांधी को समझने वाले वरिष्ठ अधिकारी इस बात से सहमत नहीं थे कि ഗാന്ധിജിയെ മനസ്സിലാക്കുന്ന വരിഷ്ഠ അധികാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീനിയർ ഓഫീസർ. അപ്പോൾ ഗാന്ധിജിയെ മനസ്സിലാക്കുന്ന സീനിയർ ഓഫീസർ ഇസ് ബാത് സെ സെഹമത് നഹി തേ, ഈ കാര്യത്തോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല ഈ കാര്യത്തോട്. കി എന്തെന്നാൽ ഗാന്ധി കോയി കാം അച്ചാനക് ഓർ ചുപ്കേസെ കരേങ്കെ, ഗാന്ധി എന്തെങ്കിലും പണികൾ പെട്ടെന്നോ അല്ലെങ്കിൽ ഒളിച്ചിട്ടോ ചെയ്യും എന്ന് പറഞ്ഞാൽ, ഗാന്ധി എന്തെങ്കിലും കാര്യം പെട്ടെന്ന് അല്ലെങ്കിൽ ഒളിപ്പിച്ച് ചെയ്യുമെന്ന് അദ്ദേഹം തീരെ വിശ്വസിച്ചിരുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ടാണ് ചെയ്യുക, എല്ലാവരുടെ മുന്നിൽ എല്ലാവരുടെ അടുത്ത് പറഞ്ഞിട്ട്. ഫിർ ഭി ഉन्होंने किस डर से और क्या एहतियाती कदम उठाए, എന്നാലും അദ്ദേഹം, ആരാണ്, വരിഷ്ഠ അധികാരി സീനിയർ ഓഫീസർ, എന്ത് പേടിയിൽ, ക്യാ എഹത്തിയാത്തി, എഹത്തിയാത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുൻകരുതൽ എന്നൊക്കെ പറയില്ലേ, പ്രിക്കോഷൻ, സാവധാനി എന്ന് ഹിന്ദിയിൽ പറയാം. അപ്പോൾ എന്നാലും അദ്ദേഹം എന്ത് പ്രിക്കോഷൻ ആണ് എടുത്തത്, പ്രിക്കോഷനായിട്ട് എന്ത് സ്റ്റെപ്പാണ് എടുത്തത്. അംഗ്രേസ് അധികാരി ബി ഗാന്ധിജിക്ക് സ്വാഭാവിക് വിശേഷതാओं से परिचित थे, ബ്രിട്ടീഷ് ഓഫീസറും ഗാന്ധിജിയുടെ ഈ സ്വാഭാവികമായിട്ടുള്ള പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും കൊണ്ട് പരിചിതമായിരുന്നു പറഞ്ഞാൽ ആ ബ്രിട്ടീഷ് അധികാരിക്കും അറിയാമായിരുന്നു അതെല്ലാം. വേ ജാൻതെ തേ കി ഗാന്ധിജി ഛൽ ഓർ അസത്യ സെ കോയി കാം നഹി കരേങ്കെ, അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഈ ബ്രിട്ടീഷ് ഓഫീസർക്കും അറിയാമായിരുന്നു ഗാന്ധിജി ഛൽ ഓർ അസത്യ, ഛൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപട്യം അല്ലെങ്കിൽ വഞ്ചന, പിന്നെ അസത്യം ത്തിൽ കൂടിയിട്ട് ഒരു കാര്യവും ചെയ്യില്ല എന്ന്. ഫിർ ബി ഉन्होंने इस डर से एहतियाती कदम उठाए कि, എന്നാലും അദ്ദേഹം ഇസ് ഡർസെ ഈ പേടി കണ്ട് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഈ സ്റ്റെപ്പ് എടുത്തു. എന്തെന്നാൽ ഗാന്ധിജിനെ കഹാത്ത, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, യഹാം ബി നമക് ബനായ ജാ സക്താ ഹെ, ഇവിടെ നിന്നും ഉപ്പുണ്ടാക്കാൻ കഴിയും, ഉപ്പുണ്ടാക്കാൻ സാധിക്കും എന്ന്. ആ നദിയുടെ തീരത്ത് അവിടെ നിന്നും ഉപ്പുണ്ടാക്കാൻ കഴിയും പറഞ്ഞാൽ, ഉപ്പുണ്ടാക്കാൻ എന്താണ് ഇവരുടെ ടാർഗറ്റ്, എന്താണ്, സമുദ്രത്തിൻ്റെ അവിടെ എത്തണം പറഞ്ഞാൽ, അതല്ലാതെ അതിൻ്റെ മുന്നേ ആ നദിയുടെ അവിടെയും സാധിക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞു. അതുകൊണ്ട് ഇസ്ലിയെ നദി കെ തട്ട് സെ സാരേ നമക് കെ ഭണ്ഡാർ നഷ്ട കർവാ ദിയേ, അതുകൊണ്ട് എന്താണ്, എങ്ങാനും ബ്രിട്ടീഷുകാർ വിചാരിച്ചാലോ അവർ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്ത് ഉപ്പുണ്ടാക്കി കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ സീനിയർ ഓഫീസർ എന്താ ചെയ്തത്, നദി കെ തട്ട് സെ, നദിയുടെ തീരത്തിൽ നിന്ന് സാരേ നമക് കെ ഭണ്ഡാർ, അവിടെ കാണുന്ന ആ ഉപ്പിൻ്റെ ഭണ്ഡാരമെല്ലാം നഷ്ട കർവാ ദിയേ, നശിപ്പിച്ച് കളഞ്ഞു. കാരണം ഗാന്ധിജിയെ അവരെങ്ങാനും തെറ്റായി വിശ്വസിക്കരുത് എന്ന് വിചാരിച്ച്. नेक्स्ट क्वेश्चन, गांधी जी के पार उतरने पर भी लोग नदी तट पर क्यों खड़े रहे, ഗാന്ധിജി അക്കരെ ഇറങ്ങിയതിന് ശേഷവും, പാർ എന്ന് വെച്ചാൽ പാർ ചെയ്ത് അക്കരയ്ക്ക് പോകുക അല്ലെ, ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോവുക, അതിനാണ് പാർ എന്ന് പറയുന്നത്. അക്കരെ പോയതിന് ശേഷവും ലോഗ് നദീ തട്ട് പർ ക്യൂ ഖടേ രഹേ തേ, ജനങ്ങൾ ആ നദീതീരത്തെ എന്തുകൊണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഗാന്ധിജി മഹിസാഗർ നദി കെ പാർ ഉത്തർ ഗയെ, ഗാന്ധിജി മഹിസാഗർ നദിയുടെ അക്കരെ പോയി ഇറങ്ങി. ഫിർ ബി ലോഗ് നദീ തട്ട് പർ ഇസ്ലിയെ ഖടേ രഹേ താക്കി, എന്നാലും ആൾക്കാർ, ജനങ്ങൾ അവിടെ ആ നദീതീരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഗാന്ധിജിക്ക് പീച്ചെ ആ രഹേ സത്യാഗ്രഹി ബി, ഗാന്ധിജി മാത്രമേ ഇപ്പോൾ ഇക്കരയ്ക്ക് വന്നിട്ടുള്ളൂ അല്ലേ, ആ തീരത്തുനിന്ന് ഈ തീരത്തിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഗാന്ധിജിയുടെ പിന്നാലെ ഇനി ഒരുപാട് ആൾക്കാർ എത്താനുണ്ട്. അപ്പോൾ ഗാന്ധിജിക്ക് പീച്ചെ ആ രഹേ, ഗാന്ധിജിയുടെ പിന്നിൽ വരുന്ന സത്യാഗ്രഹി ബി, ആ സത്യാഗ്രഹത്തിൽ ഉള്ള ആൾക്കാർ തട്ട് തക്ക് പഹുഞ്ച് ജായേ, ആ തീരം വരെ സേഫായിട്ട് എത്തണം. ഓർ ഉനെ ദിയോ കാ പ്രകാശ് മിൽ സക്കെ, അവർക്കും ഈ വിളക്കിൻ്റെ വെളിച്ചം കിട്ടണം. അതിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ അവരെയും നേരെ മാർഗം ഗൈഡ് ചെയ്യണം, അവരെയും ഏതുവരെയാണ് വെള്ളമുള്ളത്, പിന്നെ ചെളി എവിടെ, മണ്ണ് എവിടെ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം എന്നൊക്കെ അവരെയും നേരെ മാർഗം ഗൈഡ് ചെയ്ത് സഹായിച്ച് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.